അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ദീർഘവർഷങ്ങൾ മർത്തോമാ സഭയുടെ പുരോഹിതനായിരുന്ന കർത്താവിന്റെ ദാസൻ റോബി ജേക്കബ് മാത്യു അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. മർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ നിന്നും വിശ്വാസി സമൂഹത്തിൽ നിന്നും സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി ക്രിസ്ത്യ ജീവിതവും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും വിളിയും പ്രിയ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് താന് തൻ്റെ പൗരോഹിത്യം ഉപേക്ഷിച്ച് കർത്താവിന്റെ ഒരു ദാസനായിട്ട് ഇറങ്ങിത്തിരിച്ച തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോബി ജേക്കബ് അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒരു പാട്ട് നിങ്ങളുമായി ഒന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ഹിന്ദി പാട്ടാണ്. അബ് മേ ജീവിത് നഹി വോ മുझ में जीवित है, यीशु मेरा अर्पण किया, सब कुछ मेरा अर्पण किया. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിലൂടെ ജീവിക്കുന്നത്. കർത്താവ് എല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ഒരു പാട്ടിന്റെ ഒരു ചരണം നിങ്ങളുമായി ഒന്ന് ഞാൻ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബ് മേ ജീവിത് നഹി वो मुझ में जीवित है, अब मैं जीवित नहीं वो मुझ में जीवित है, यीशु मेरा अर्पण किया, सब कुछ मेरा अर्पण किया, स्वीकार किया, ग्रहण किया, मन में मेरे घर बनाया, स्वीकार किया, ग्रहण किया, मन में मेरे घर बनाया, ये तन मन धन मेरा प्रभु यीशु मसीह के लिए, अब मैं जीवित नहीं वो मुझ में जीवित है. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിലൂടെ ജീവിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ഭാഗ്യമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വരിക, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ മനസ്സിൽ അവൻ വസിക്കുക. എൻ്റെ പേര് റോബി ജേക്കബ് മാത്യു. ഞാൻ മാർത്തോമാ സഭയിലെ ഒരു വൈദികനായിരുന്നു. എന്നാൽ കൃപയാൽ ഇന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ ഒരു ശുശ്രൂഷകനായി ഞാൻ പ്രവർത്തിക്കുകയാണ്. കുടുംബത്തിൽ എൻ്റെ ഭാര്യ, 3 കുഞ്ഞുങ്ങൾ. ഭാര്യയുടെ പേര് ലിൻസ ആനി മാത്യു. മക്കൾ, മൂത്ത മകൻ ജോയൽ ജോർജിയയിൽ MBBS 3rd സെമസ്റ്റർ ചെയ്യുന്നു. മകള് ജോസ്ലിൻ 10th സ്റ്റാൻഡേർഡില്.
ഇളയ മകൻ ജെയ്ഡൻ UKG-യിൽ. അരോമ TV-യിലെ സാക്ഷ്യങ്ങൾ അത് വളരെ അനുഗ്രഹമാണ്. ഒരു സാക്ഷി വേറൊരു സാക്ഷിയെ ഉളവാക്കുന്നു. എന്നെ ഈ അരോമ TV-യിലേക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയ TA വർഗീസ് അച്ഛനാണ്. എന്നെ ആദ്യം പാസ്റ്റർ ഡാനിയൽ ജോൺ ദേവദാസും വിളിക്കുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറാമെന്ന ചിന്തയായിരുന്നു എൻ്റെ ചിന്ത. എന്നോട് പ്രിയ ദേവദാസൻ ഫെബ്രുവരി മാസം ആദ്യ സമയങ്ങളിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രിയ ദേവദാസന്റെ സ്നേഹത്തോടുള്ള നിർബന്ധം അത് ഒരു ദൈവനിയോഗമായി മാറുകയുണ്ടായി. തികച്ചും വളരെ നന്ദിയോടെ പ്രിയ ദേവദാസനെ ഞാൻ ഓർക്കുകയും അതുപോലെ തന്നെ ഈ സമയത്ത് പ്രിയ ദേവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ എന്നെ ശ്രവിക്കുന്ന അരോമ TV പ്രേക്ഷകരെ അവരോട് പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് റാഞ്ചിയിൽ, ജാർഖണ്ഡ് സ്റ്റേറ്റ് ആണ്. പഴയ ബീഹാർ, അല്ലെങ്കിൽ രസകരമായി പറഞ്ഞാൽ ലാലു പ്രസാദിന്റെ നാട്. എന്നാൽ ഇന്ന് ജാർഖണ്ഡ് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ് റാഞ്ചി, അല്ലെങ്കിൽ MS ധോനിയുടെ നാട് എന്നൊക്കെ പറയും. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് റാഞ്ചി. എൻ്റെ ഏർലി ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ ഇന്നും റാഞ്ചിയിൽ നിന്ന് നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ആണ്. അന്ന് റാഞ്ചിയിൽ നിന്ന് ഏക ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ബുക്കാറോ ചെന്നൈ എക്സ്പ്രസ് ആണ്. ചെന്നൈയിൽ വന്ന് ഹോൾട്ട് ചെയ്ത് അടുത്ത ട്രെയിൻ പിടിക്കുക. എന്നാൽ ഇന്നും ഞാൻ ഓർക്കുന്നു, നാട്ടിലേക്ക് വരുമ്പോൾ പാലക്കാട് സ്റ്റേഷൻ ആകുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. യെസ്, റിയലി നമ്മുടെ നാട് എത്ര സുന്ദരമാണ്. എൻ്റെ പേരൻസ് ഫാദർ ജേക്കബ് മാത്യു, അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കുന്നത് തങ്കച്ചൻ, മദർ മേരി ജേക്കബ്, സുശീല. എൻ്റെ പേരൻസ് റാഞ്ചിയിൽ ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവർ രണ്ടുപേരും പ്രവർത്തിച്ചു. നാട്ടിൽ നിന്ന് വളരെ നാളുകൾക്ക് മുമ്പ് അവര് വടക്കേ ഇന്ത്യയിൽ വന്ന് അവരവിടെ ജോലി ചെയ്യുകയും, എന്നാൽ ഇപ്പോൾ അവര് US-ലായിരിക്കുന്നു. എനിക്ക് എൻ്റെ ഒരു യങ് ബ്രദർ ഉണ്ട്. അവന്റെ പേര് റെനി ജോൺ ജേക്കബ് എന്നാണ്. അവനും കുടുംബവും അവര് US-ൽ ഹൂസ്റ്റണിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ബാല്യകാല അനുഭവങ്ങൾ, ഏർലി ചൈൽഡ്ഹുഡ്, എൻ്റെ ബ്രദറുമായുള്ള ബന്ധത്തിൽ അവൻ എന്നേക്കാൾ ഒരു 8 വയസ്സിന് എളുപ്പമാണ്. അപ്പൊ അതിൻ്റെതായ പ്രത്യേകിച്ച് ഒരു ചേട്ടൻ എന്ന നിലയിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ എടുക്കുകയും, എന്നാൽ
ഒരു യങ് ബ്രദർ എന്ന നിലയിൽ പ്രിയ റെനിയിലൂടെ ലഭിച്ച സ്നേഹം ഇന്നും അത് ഓർമ്മയിലായിരിക്കുന്നു. അവർ കുടുംബമായി പ്രിയ 2 കുഞ്ഞുങ്ങൾ അവരിന്ന് ഹൂസ്റ്റണിൽ പ്രവർത്തിക്കുകയാണ്. അവിടെ ഒരു ഡോക്ടർ ഓഫ് ഫാർമസി, ഒരു ഫാർമസിസ്റ്റ് ആണ്, അവൻ ജോലി ചെയ്യുന്നു. വൈഫ് പ്രിയ നേഴ്സായി പ്രവർത്തിക്കുകയാണ്. എൻ്റെ പേരൻസിന്റെ സ്വന്തം നാട്ടില് കീഴുവായ്പൂര്. ഫാദർ കീഴുവായ്പൂരാണ്. കീഴുവായ്പൂരിൽ വീട്ടുപേര് കളർമണ്ണിൽ തേവറോട്ട് എന്നാണ്. എൻ്റെ മദറ് മല്ലപ്പള്ളിക്ക് അടുത്ത് നെടുകാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ചവണിക്കാമണ്ണിൽ കുടുംബമാണ്. എൻ്റെ ബാല്യകാല അനുഭവങ്ങളിൽ വിശേഷാൽ ഒരു മാർത്തോമൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. പേരൻസ്, ഗ്രാൻഡ് പേരൻസ് എല്ലാം ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണ്. വല്യപ്പച്ചനൊക്കെ വളരെ ഭക്തരായ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഭക്തരായി നിഷ്കളങ്കരായി ജീവിച്ചവരാണ്. ഇന്നും ഓർക്കുന്ന ഒരു കാര്യം, ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകണമെങ്കിൽ ശനിയാഴ്ച ദിവസം തന്നെ അതിന്റെ എല്ലാ ഒരുക്കങ്ങൾ അവർ ചെയ്യും. ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് സർവീസ് എങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഏറ്റവും ആദ്യം അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. പ്രിയ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ വളരെ ക്രമമായി ആരാധനയിൽ സംബന്ധിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിഷ്കളങ്കരായി ജീവിച്ചവരാണ്. വല്യമ്മച്ചി മറ്റുള്ളവരെ സ്നേഹിക്കുകയും ആ സ്നേഹ അനുഭവങ്ങൾ ഇന്നും ഞാൻ അത് ഓർക്കുകയാണ്. പ്രിയ വല്യപ്പച്ചനെ സംബന്ധിച്ച് ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു കാര്യം, തന്റെ ജീവിതാനുഭവങ്ങളിൽ പ്രാർത്ഥന ഏറ്റവും അഭിവാജ്യമായ ഒരു ഘടകമാണ്. ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് ആയ ഒരു വ്യക്തിയൊന്നുമില്ല. എന്നാൽ ലാസ്റ്റിൽ അത്യാവശ്യം ഒരു സമയം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായി. എന്നാൽ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും തന്റെ ജീവിതത്തിൽ ആ ഓരോ ദിവസവും ചെയ്യേണ്ട സ്പിരിച്വൽ പ്രാക്ടീസസ്, പ്രാർത്ഥന, അവിടെയും 91-ാം സങ്കീർത്തനവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം വ്യക്തമാണ്, ആരാധന ജീവിതം, they didn't compromise with the worship life. അത് തന്നെയാണ് എൻ്റെ പേരൻസിലൂടെയും എനിക്ക് ലഭ്യമായത്. ഞായറാഴ്ച ദിവസം സ്പിരിച്വൽ കാര്യങ്ങളാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഞാൻ ജനിച്ചു വളരുന്നത് റാഞ്ചിയിൽ ഒരു എൻ്റെ ഫാദർ ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ HEC അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവരുടെ ക്വാർട്ടേഴ്സ് അവിടെയാണ് താമസിക്കുന്നത്. ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക്, മൾട്ടി കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് ജീവിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് സിഖുകാരുണ്ട്, ഹൈന്ദവരുണ്ട്, എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയാണ്, ഒരു ക്വാർട്ടേഴ്സാണ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. അപ്പൊ അന്ന് അങ്ങനെ ഒരു സെറ്റിങ്സിലാണ് ഞാൻ ജീവിച്ചത്. ഞങ്ങളുടെ ചർച്ച് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിരുന്ന
റാഞ്ചിയിൽ സെന്റ് തോമസ് ICSE മീഡിയം സ്കൂൾ, അവിടെയാണ് പഠിച്ചത്. അത് മാർത്തോമ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിലെ ഒരു ഹാളാണ് ഒരു ചർച്ച് ബിൽഡിംഗ് ആയി അതിനെ കൺവേർട്ട് ചെയ്ത് അവിടെയായിരുന്നു ആരാധന നടന്നത്, ഒരു ഹാളിൽ. അപ്പൊ അവിടെ വരുന്ന ട്രാൻസ്ഫർ ആയി വരുന്ന അച്ഛന്മാരെ സംബന്ധിച്ച് അതാത് കാലഘട്ടത്തിൽ അവർ അതിന്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് പള്ളിയിലെ വികാരിയായിട്ടുമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അച്ഛന്മാരെ കണ്ടിരുന്നത് വളരെ ഭയത്തോടും ആദരവോടുമാണ് കണ്ടിരുന്നത്. കാര്യം അവർ ഞങ്ങളുടെ അക്കാഡമിക് ലൈഫും അത് മാത്രമല്ല ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫും. ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു പ്രിൻസിപ്പളാണ്, പള്ളിയിലാവുമ്പോൾ അവര് ഒരു ആത്മീക ലീഡർഷിപ്പ് നൽകുന്നു. സൺഡേ സ്കൂൾ, യുവജന സഖ്യം, യൂത്ത് മീറ്റിംഗ്, യൂത്ത് ക്യാമ്പ്സ്, ഇതിലൂടെയാണ് എൻ്റെ ആത്മീക വളർച്ച സംഭവിച്ചത്. യൂത്ത് ക്യാമ്പിലൂടെയൊക്കെയാണ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. ഞാൻ ഇന്നും സ്കൂളിന്റെ ഒരു അനുഭവം പറഞ്ഞാൽ, 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഫിസിക്സ് ടീച്ചറാണ്, ക്ലാസ് ടീച്ചറാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഒരു എക്സ്റ്റംപോർ കോമ്പറ്റീഷൻ ഉണ്ട്, അത് പ്രസംഗ മത്സരമാണ്. ടോപ്പിക് ആ സമയത്തെ നൽകുകയുള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും കമ്പൽസറി ആയി ആ മത്സരത്തിൽ പങ്കെടുത്താലേ മതിയാകൂ എന്ന് അദ്ദേഹം നിർബന്ധപൂർവം പറയുകയുണ്ടായി. ഞാൻ വളരെയധികം അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, ഇത് എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹം സമ്മതിച്ചില്ല. ആ പ്രസംഗ മത്സരം നടക്കുന്ന ആ ദിവസം ഞാൻ വലിയ എസ്സേ ബുക്സ് ഒക്കെ എടുത്തോണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. കാര്യം ഏതെങ്കിലും ടോപ്പിക് കിട്ടിയാൽ അതിനനുസരിച്ച് ആ ടോപ്പിക്കിനനുസരിച്ച് സംസാരിക്കണം. എന്നാൽ എനിക്ക് കിട്ടിയ ടോപ്പിക് ആ എസ്സേ ബുക്കിലൊന്നുമില്ല. ഇനി ഏക മാർഗം, വളരെയധികം ഭയമുണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട്, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാകാൻ അവിടെ അടുത്തുള്ള എൻ്റെ പിയൂൺ, സ്കൂളിലെ പിയൂണിന്റെ അവിടെ ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. ഇപ്പൊ നീരജ് സാറ്, അദ്ദേഹത്തിന്റെ പേര് നീരജ് എന്നാണ്, അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, റോബി, ആർ യു ഹൈഡിങ് ഇൻ ദ ബുഷസ്? ഞാൻ പറയട്ടെ, വളരെയധികം ഭയന്ന അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് അനേക സ്റ്റേജുകളിൽ യേശു കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി തരും. ഞാൻ അതിനായി ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റുകയാണ്. എൻ്റെ 10th സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞതുപോലെ സെന്റ് തോമസ് സ്കൂളിലായിരുന്നു. 12th ഗുരുനാനക് സ്കൂൾ, പിന്നീട് BSc ചെയ്യുന്നത് ഗോസ്ബൽ കോളേജിൽ നിന്നാണ്. യൂത്ത് മീറ്റിംഗിലൂടെയാണ് ഞാൻ സഭയിൽ, ചർച്ചിൽ സജീവമാകുന്നത്. അത് ഒരു ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. അപ്പൊ അന്ന് ട്രാൻസ്ഫറായി വന്ന അച്ഛൻ എന്നെ വിശേഷാൽ പട്ടത്വ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി.
ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി. അത് ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയി മാറുകയാണ്. കുടുംബത്തിൽ നിന്ന് അതിനുള്ള എല്ലാ സപ്പോർട്ട് എനിക്ക് ലഭിച്ചു. ഇന്നും ഒരു അച്ഛനാകുക അല്ലെങ്കിൽ ഒരു വൈദികനാകുക എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് വലിയ സന്തോഷമാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞു. കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒരു ഷോർട്ട് ടേം ബൈബിൾ കോഴ്സ് 6 months ചെയ്യുകയുണ്ടായി. തുടർന്ന് വൈദിക സെലക്ഷൻ, അതിന്റെ എക്സാം, ഇന്റർവ്യൂ, അതിന്റെ മിഷൻ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഘടകങ്ങൾ എല്ലാം പാസ്സായതിനു ശേഷം മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയിൽ അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി. അത് 2000-2004 ഞാൻ എൻ്റെ സെമിനാരി പഠനം നടത്തുന്നത്. സെമിനാരി ജീവിതം എന്ന് പറയുന്നത് തിരക്കേറിയ അസൈൻമെന്റ്സ്, തിരക്കേറിയ ഒരു ലൈഫാണ്. അക്കാഡമിക് ലൈഫ് ആയിക്കോട്ടെ, സ്പിരിച്വൽ ലൈഫ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അതിന്റെ മധ്യത്തിലും എൻ്റെ ഉള്ളത്തിൽ a desire for the Lord. ഈ ദൈവത്തെ കൂടുതൽ അറിയണം, ഈ ദൈവവുമായുള്ള ബന്ധം ആവശ്യമാണ്. ഇതെന്നെ നിരന്തരമായി എൻ്റെ ഉള്ളത്തിൽ അതുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ചാപ്പലിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം തന്ന അവസരങ്ങളെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. രണ്ടായിരത്തി 4 ഞങ്ങളുടെ ഓർഡിനേഷൻ ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ ചർച്ച് എനിക്ക് ലഭ്യമാകുന്നത് തണ്ണിത്തോട് തേക്കുതോട് മണ്ണീറാണ്. ഒരു വനമേഖല ഏരിയയാണ്. കോന്നിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളാണ്. ആളുകളൊക്കെ പ്രത്യേകിച്ച് ബിസിനസ് അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റേഷൻസ്, കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്നവരാണ്. ഇന്ന് അതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെയാണ്. എന്നാൽ വളരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനം. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചതും ഈ ജനത്തിന്റെ ആത്മീക ഒരു വളർച്ചയാണ്. ആ സഭയിൽ അവിടെ 50ാം വാർഷികവും ഒക്കെ അതിനോടനുബന്ധിച്ചൊക്കെയാണ് ഞാൻ ആ സമയത്ത് ആയിരിക്കുന്നത്. ഒരു വലിയ റിവൈവൽ ഉണ്ടാകാൻ ഞങ്ങൾ ഒരുമിച്ച് 1 മാസമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചത് സഭയായി ഇന്നും ഓർക്കുകയാണ്. 2005 മെയ് മാസം 30 എന്റെ വിവാഹം. ദൈവം എനിക്ക് തന്ന ദ റൈറ്റ് പാർട്ട്ണർ. വൈഫിന്റെ പേര് ലിൻസ ആനി മാത്യു എന്നാണ്. എന്റെ മിനിസ്ട്രിയിൽ എനിക്കൊരു ആഡഡ് ബ്ലെസ്സിങ് ആയി. പ്രിയ ലിൻസയുടെ വരവിലൂടെ സാധിക്കുകയുണ്ടായി. എ വെരി പ്രേയർഫുൾ ലേഡി. ഞാൻ ലിൻസ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് എ വുമൺ ഓഫ് വിസ്ഡം. ശുശ്രൂഷ സമയങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളിന്റെ സമയമാണ്. ക്രൈസിസ് പല ശുശ്രൂഷയിലുണ്ട്. ആ തക്ക സമയത്ത് ജ്ഞാനത്തോടെ ചില കാര്യങ്ങൾ പറയുക, അത് ശുശ്രൂഷയ്ക്ക് ഒരു വലിയ ബ്ലെസ്സിങ് ആണ്.
ലിൻസായുടെ കുടുംബം അങ്ങനെ ഒരു അവരെ വിശേഷിപ്പിക്കാവുന്നത് ഒരു മിഷണറി കുടുംബം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. പിതാവും മാതാവും അവർ വളരെയധികം പ്രാർത്ഥിക്കുകയും ദൈവരാജ്യത്തിനു വേണ്ടി അവര് ആവോളം പ്രവർത്തിക്കുകയും, എൻ്റെ വൈഫിന്റെ 2 സഹോദരങ്ങൾ, അതിൽ ഒരാള് ഒരു വൈദികനായിരുന്നു, ബിനു അച്ഛൻ. എന്നാൽ ബിനു അച്ഛൻ ഒരു വൈദികനായി 1 വർഷം മാത്രമേ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഒരു അപകടത്തിൽപ്പെട്ട ലോകത്തോട് യാത്ര പറയും. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ പ്രയാസമുള്ള ഒരു കാര്യം ആണ്. എന്നാൽ പ്രിയ പേരൻസിനെ ഒക്കെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ചു. ഗാസിയാബാദ് എന്ന് പറയുന്ന ഡൽഹിയിൽ ആ 1 വർഷം ആ സഭയിലുള്ള എല്ലാ ആളുകളുടെ ജീവിതത്തിൽ, അനേകരുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം പ്രിയ ബിനു അച്ഛനിലൂടെ ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം, വിശേഷാൽ അദ്ദേഹം ഒരു പ്രത്യേകിച്ച് വിവാഹത്തിന്റെ എല്ലാ ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തിരുന്നു. അതിന്റെ 1 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. എന്നാൽ കുടുംബത്തെ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. അനേകർക്ക് പ്രത്യാശയുടെ സാന്നിധ്യമായി, അനേകരെ ബലപ്പെടുത്തുവാൻ ഒക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നു. എൻ്റെ വൈഫിന്റെ ഇളയ സഹോദരൻ റിനു, കുടുംബം, ബിന്ദു, കുഞ്ഞുങ്ങൾ, അവർ UK-യിലാണ്. അവർ വിശ്വാസത്തിലാണ്. ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ റിനു സ്ട്രീറ്റ് മിനിസ്ട്രി ചെയ്യും. ദൈവരാജ്യത്തിനു വേണ്ടി അവരെ കൊണ്ടൊക്കാവുന്ന ശുശ്രൂഷകൾ അവർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തികച്ചും പ്രിയ ലിൻസ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്, അത് എന്നെ സംബന്ധിച്ച്, എൻ്റെ ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ച് അതൊരു വലിയ ബ്ലെസ്സിങ് ആയി. ഇന്നും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ തണ്ണിത്തോടിൽ വെച്ച ശുശ്രൂഷ അനുഭവങ്ങളിൽ ഒരു അനുഭവം ഇന്നും ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ മൂത്ത മകൻ ജോയൽ അന്ന് കുഞ്ഞായിരിക്കുന്ന സമയം അവനൊക്കെ ദൈവം പരിപാലിച്ച വിധങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളിങ്ങനെ, ഞാനും എൻ്റെ വൈഫും എൻ്റെ മദർ ഇൻ ലോയും ആ തണ്ണിത്തോട് ചർച്ചിലെ ഫ്രണ്ട് റൂമിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് അവന് ഒരു ഊഞ്ഞാലിൽ അവനെ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. എന്നാൽ ദൈവാത്മാവ് ആ സമയത്ത് എൻ്റെ മദർ ഇൻ ലോയോട് പറയുന്നു, പെട്ടെന്ന് ബെഡ്റൂമിൽ പോകാൻ പറയുന്നു. ബെഡ്റൂമിൽ പോയ സമയത്താണ് കാണുന്നത് കുഞ്ഞിന്റെ തല അത് ആ തുണിയിൽ നിന്ന് അല്പം വെളിയിൽ വന്നിരിക്കുകയാണ്. ഈ അല്പസമയം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അപകടം സംഭവിക്കാമായിരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത, ഹൗ ഗോഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ. ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തക്ക സമയത്ത് തക്ക മുഖാന്തരങ്ങളിലൂടെ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ശുശ്രൂഷ രംഗങ്ങളിലെല്ലാം ദൈവത്തിന്റെ വിശ്വസ്തത ഇന്ന് വരെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. എന്റെ ശുശ്രൂഷയിൽ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് നിത്യതയിൽ പ്രവേശിച്ചു എന്ന അദ്ദേഹത്തിന്റെ പേര് അച്ചൻകുഞ്ഞ് അങ്കിൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇൻഡോർ മാർത്തോമാ ചർച്ചിൽ ഒരു മെമ്പർ ആയിരുന്നു, ഒരു ലേമൻ. ജീസസ് കോൾസ് മിനിസ്ട്രിയുമായൊക്കെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും
ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ദൈവദാസൻ എന്ന് വിശേഷിപ്പിക്കാം. ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. കൂടെ വന്ന് താമസിക്കുമ്പോൾ ഒരു ലേമൻ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന മറ്റ് മെമ്പേഴ്സിനോട് സുവിശേഷം പറയുക, ആരെ കണ്ടാലും സുവിശേഷം പറയുക, ടു ഷെയർ ദ ഗോസ്പൽ. നന്നാ രാവിലെ എഴുന്നേറ്റ് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഇത് പ്രിയ അച്ഛൻകുഞ്ഞുങ്ങളിലൂടെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ വളരെയധികം സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. 2007-2009 സമയം ഞാൻ ചെങ്ങന്നൂർ വലിയ പള്ളി ചർച്ചിലെ ഒരു അസിസ്റ്റന്റ് വികാറായി എന്നെ നിയമിക്കുകയുണ്ടായി. മിനിസ്ട്രിയിൽ പല കാര്യങ്ങൾ അവിടെ വെച്ച് പഠിക്കുവാൻ സാധിച്ചു. തുടർന്ന് അവിടുന്നാണ് നരസാപുരം മിഷനിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ആന്ധ്രയിൽ കടപ്പ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് നരസാപുരം എന്ന് പറയുന്നത്. അത് കർണൂൽ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഏകദേശം 20 വില്ലേജുകളിൽ ഉള്ള വില്ലേജ് മിനിസ്ട്രി, ഒരു സ്കൂള്, ഹോസ്റ്റൽ, ഇതിന്റെ എല്ലാം ചുമതല വഹിപ്പാൻ ഒക്കെ ദൈവം അവസരങ്ങൾ നൽകി. അവിടൊക്കെ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം അനുഭവിപ്പാനിടയായി. ഇന്നും ഞാൻ മനസ്സിലാക്കുന്ന അവിടെല്ലാം ഞങ്ങൾ ഉള്ള സമയങ്ങളിലൊക്കെ ഒരു തുറസായ സ്ഥലമാണ്. കൃഷിയാണ്, ചുറ്റും എല്ലാം കൃഷി നടക്കുകയാണ്, നെൽകൃഷി അങ്ങനെയൊക്കെ. ഏത് സമയത്തും ഇഴജന്തുക്കളൊക്കെ വളരെ ഫ്രീക്വന്റ് ആയി വരുന്ന സമയമാണ്. അപ്പൊ ഞാനും എന്റെ കുടുംബവും ഒക്കെ ആദ്യമായി അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യുന്നത് പാമ്പൊക്കെയാണ്. സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അമേരിക്കയിലായിരുന്ന എന്റെ പേരൻസ് എന്നോട് പറഞ്ഞു, അവിടുന്ന് എന്തെങ്കിലും ഒരു ഈ പാമ്പിനെ ഓടിക്കാനുള്ള ഒരു പൗഡർ കിട്ടും, അത് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അന്ന് ചുറ്റുപാട് അവിടെ എല്ലാം ആ പൗഡർ ഇട്ട് നോക്കി. അന്നത്തെ ദിവസം കൂടുതലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ. അവിടെ സുന്ദരമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇന്നും ഞങ്ങൾ ആ സ്ത്രീയെ ഇന്ന് നിത്യതയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വിധവ സ്ത്രീയാണ്. ഞാൻ അരോമ TV പ്രേക്ഷകരോട് പ്രത്യേകം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. എന്നാൽ ഞങ്ങളുടെ സ്കൂളിലെ ആയയാണ്. ഈ സ്ത്രീയുടെ പ്രത്യേകത, ദ കമ്മിറ്റ്മെന്റ് ബിഹൈൻഡ് ദാറ്റ്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെയുള്ള ഞങ്ങളുടെ ഒരു ചെറിയ ചാപ്പലുണ്ട്, അത് ക്ലീൻ ചെയ്തിരിക്കും. അല്പ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ചാകൽമാരിയിൽ ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഏക ഹോസ്പിറ്റൽ ഉണ്ട്. ഡോക്ടർ OE ജോർജ് നടത്തിയ ഒരു ഹോസ്പിറ്റലാണ്. ഡോക്ടേഴ്സ് ഒരിക്കൽ സുന്ദരമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ അവിടെ പോയി ചികിത്സയിലായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് പറയുകയുണ്ടായി, സുന്ദരമ്മയ്ക്ക് ലെപ്രസിയുടെ സിംറ്റംസ് ആണ്. ഈ ലെപ്രസിയുടെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ വളരെ പനി, വളരെ ചൂടൊക്കെ, ശരീരത്തിൽ ആകമാനം ഒരു വലിയ വേദന, പ്രയാസങ്ങൾ. എന്നാൽ ഈ വലിയ വേദനയുടെ സമയത്തും സുന്ദരമ്മ ശനിയാഴ്ച ദിവസം ചാപ്പൽ ക്ലീൻ ചെയ്തിരിക്കും.
സുന്ദരമ്മ ചില സമയങ്ങളിലൊക്കെ അവിടെ വരാൻ സാധ്യമല്ലാത്ത സമയങ്ങളിൽ ഗ്രാമത്തിലുള്ള ചർച്ച് അത് ഡിനോമിനേഷൻ ഏതാണെന്നൊന്നും അറിയില്ല സുന്ദരമ്മയ്ക്ക്. അവിടെ നമ്മുടെ ചാപ്പലിൽ വരാൻ സാധ്യമാകാത്ത ദിവസങ്ങളിൽ അവിടുള്ള ചർച്ച് ക്ലീൻ ചെയ്യും. ഞാൻ സുന്ദരമ്മയോട് ചോദിച്ചൊരു കാര്യം, സുന്ദരമ്മ, എന്തിനാണ് നീ അല്ലെങ്കിൽ ഇത്രയും ശാരീരികമായ അസ്വസ്ഥതയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും വേല ചെയ്യുന്നത് എന്തിനാ? ശാരീരികമായ പ്രയാസങ്ങളുണ്ടല്ലോ. ഇപ്പൊ സുന്ദരമ്മ പറഞ്ഞ കാര്യമാണ്, ഞാനിത് ചെയ്യുന്നതിലൂടെ ദൈവം എന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞത്, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, എന്നാൽ ഈ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ തമ്പുരാൻ എന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് സുന്ദരമ്മ പറയുകയാണ്. അവർക്കൊരു വീടില്ലായിരുന്നു. ഒരു വീട് വെക്കാനുള്ള പലരുടെ സഹായത്തോടുകൂടെ ഒരു ചെറിയ വീട് വെച്ചു കൊടുത്തു. ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി ഞാൻ തിരിച്ച് ഓദറയിലേക്ക് വരികയാണ്. എന്നാൽ അതിന്റെ ഡെഡിക്കേഷൻ സമയം ആയപ്പോൾ സുന്ദരമ്മ എന്നെ വിളിച്ചു, അച്ഛൻ വരണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ച് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് വാർത്ത കിട്ടി, സുന്ദരമ്മ ഈ ലോകത്തോട് യാത്ര പോകും. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഈ സുന്ദരമ്മയുടെ എൽഡർ സിസ്റ്റർ എന്റെ അടുത്ത് വന്നിട്ട് പറയുക, സുന്ദരമ്മ എന്നോട് പറഞ്ഞതാണ്, അച്ഛനെ ചില എന്റെ സിസ്റ്റർ കയ്യിൽ ഒരു സഞ്ചിയൊക്കെ ഉണ്ട്, ചില പലഹാരങ്ങൾ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഒരു സാധാരണ പാവപ്പെട്ട സ്ത്രീയുടെ വിശ്വാസമാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇന്നും അതെന്നെ വളരെയധികം ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. നരസാപുരം മിഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു മടങ്ങി വരുന്നത് ഓദറ സെന്റ് പോൾസ് മാർത്തോമ ചർച്ചിലാണ്. അവിടെ ഒരു വലിയ ചർച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെതായ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത തീർക്കാൻ അതിൻ്റെതായ പല സംരംഭങ്ങളൊക്കെ അവിടെ ചെയ്യുവാനൊക്കെ. എന്നാൽ അതിനിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, അവിടെ ഒരു മാതാവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ കടബാധ്യത ഉള്ളപ്പോൾ മറ്റുള്ള മെമ്പേഴ്സിന്റെ സഹകരണം ആവശ്യമാണ്. ആ മാതാവിന്റെ സാമ്പത്തികമായ വലിയ ഉന്നമനമൊന്നുമില്ല. എന്നാൽ ആ മാതാവ് പറഞ്ഞൊരു കാര്യം, ഇൻസുലിന്റെ ലെവൽ കുറച്ചിട്ട് അതിൽ നിന്ന് ലഭ്യമാകുന്ന പണം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കും. ഞാൻ ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ എന്റെ അരോമ ടിവിയിലെ പ്രേക്ഷകർ ഓർക്കും, then why did you leave Marthoma Church? It is because of God's personal intervention. ദൈവത്തിന്റെ വ്യക്തിപരമായ ഇടപെടൽ മൂലമാണ് ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നത്. 2014-17 കാലഘട്ടം ഓദറയിൽ നിന്ന് ഞാൻ പോകുന്നത് ഷാർജ, ദുബായ് എന്ന 2 വലിയ പാരിഷസിലേക്കാണ്. അവിടെ എന്നെ ഒരു യൂത്ത് ചാപ്ലനായി നിയോഗിക്കുകയാണ്. ഇപ്പൊ യൗവനക്കാരുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയാണ്. അപ്പൊ അതൊരു വലിയ ചലഞ്ചിങ് ശുശ്രൂഷയാണ്, ചലഞ്ചിങ് മിനിസ്ട്രിയാണ്. ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നത് എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ്. എന്നാൽ ഞാൻ പറയട്ടെ, 3 ദിവസം ഉപവാസത്തോടുകൂടെ ഞാൻ ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. വളരെ വിഭവ സമൃദ്ധിയുള്ള എല്ലാ ഫ്ലൈറ്റിൽ എല്ലാ ഇതുണ്ട്. പക്ഷേ ഐ എം ഇൻ ഫാസ്റ്റിംഗ്. കാരണം ഒറ്റ ഒരു കാരണമേ ഉള്ളൂ, അവിടെ ഇനിയും പോകുന്ന 3 വർഷമോ അല്ലെങ്കിൽ 2 വർഷം, എത്ര വർഷമായാലും ആ ശുശ്രൂഷ അവിടെ ഒരു അനുഗ്രഹമാകണം, ബ്ലെസ്സിങ് ആണ്. ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യം കാലെടുത്ത് വെക്കുമ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം, ദൈവമേ ഈ ദേശത്തെ എന്നെ അവിടുന്ന് മാനിക്കണം, ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്.
അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദൈവം ഞങ്ങളെ മാനിച്ചു, കുടുംബമായി മാനിച്ചു. 2014-17 കാലഘട്ടം എന്നെ സംബന്ധിച്ച് ദാറ്റ്സ് എ വെരി ഡിസൈസീവ് കാലഘട്ടമാണ്. 2014 നവംബർ ഞാനൊരു ഹൗസ് വിസിറ്റ് കഴിഞ്ഞ് ഷാർജയിലുള്ള അൽനാദയിൽ ഞാൻ എൻ്റെ പാർസനേജിൽ വരികയാണ്. അന്ന് തുടങ്ങിയ ഒരു ചെറിയ പ്രയാസം, അത് വേറെ ഒന്നുമല്ല, ഉറക്കമില്ലാത്ത പ്രയാസം. ഞാൻ ഈ പ്രേക്ഷകരോട് ഞാൻ പറയാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നടത്തിയ ഒരു വിധങ്ങൾ അതൊന്ന് ഓർക്കാനാണ്. ഞാൻ ആ ദിവസം ഉറങ്ങിയില്ല. ഇപ്പൊ ഞാൻ ഓർത്തു അടുത്ത ദിവസം ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് 1 ആയി 2 ആയി, ഒരാഴ്ചയായി ഉറങ്ങിയില്ല. നിങ്ങൾ ഓർക്കും, ഉറങ്ങാത്തത് എന്താ വലിയ പ്രയാസമാണ്? ഇത് ഒരാഴ്ചയായ അല്ല, 2.5 മാസം, 2.5 months ഉറക്കമില്ലാത്ത ദിനരാത്രികൾ. ആ നാളുകളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ ഉള്ളത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് എങ്കിലും ഒരു സുഖകരമായ ഉറക്കം ദൈവം തരണം. ഇന്ന് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ലെറ്റ് മി ടെൽ യു, എന്നെ വിടുവിച്ചവൻ നിങ്ങളെയും വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. ഞാൻ ഇത് ആരോട് പങ്കുവെക്കും? മറ്റ് എൻ്റെ അച്ഛന്മാരോട്, എൻ്റെ കൂട്ടച്ഛന്മാരോട് പറഞ്ഞാൽ അവർ പറയും ഡോക്ടേഴ്സിനെ കാണിക്കുക. ഇപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ദുബായിലുള്ള ഒരു ഫിസിഷ്യൻ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമ്മുടെ മെമ്പറാണ്, എന്നെ അത്യാവശ്യമായി പാർസനേജിൽ കടന്നു വരണം. അദ്ദേഹം അല്ലാതെയിൽ കടന്നു വന്നു. എന്നെ ശാരീരികമായി മൊത്തം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞ് അദ്ദേഹം പറയാ, BP നോർമലാണ്, ഷുഗർ നോർമലാണ്, ശാരീരികമായി അച്ഛനെ സംബന്ധിച്ച് ഒരു പ്രയാസവുമില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ടെൻഷൻസ് വല്ലതും ആയിരിക്കാം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ. ഞാൻ പറഞ്ഞു അങ്ങനെ ടെൻഷൻസ് ഒന്നുമില്ല. അദ്ദേഹം ഒരു ആയുർവേദിക് സ്ലീപ്പിംഗ് പിൽസ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തന്നു. ഞാനാണെങ്കിൽ നല്ല ഒരു ഉറക്കക്കാരനായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ സ്ലീപ്പിംഗ് പിൽസ്, ആയുർവേദിക് സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിക്കുകയുണ്ടായി. എന്നാ ഞാൻ പറയട്ടെ, ഇത് കഴിച്ചിട്ടും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇത് കഴിച്ചിട്ടും ഉറക്കം ലഭിക്കുന്നില്ല. എന്ത് ചെയ്യും? ആരെങ്കിലും എന്റെ ശിരസിൽ ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ആ സമയത്ത് ആരെങ്കിലും ഒന്ന് എന്റെ ശിരസിൽ ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണോ. ആ നാളുകളിൽ ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച ഒരു ബിഷപ്പ് വന്നാല് ഒരു ഹെറാർക്കിക്കൽ സിസ്റ്റമാണ്, അങ്ങനെ നടക്കത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് ഒരു ബിഷപ്പ് വരികയും ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അല്പസ്വല്പം ഒരു മാറ്റം, എന്നാൽ പിന്നെയും ആ സെയിം അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി, ഇനി അധിക നാളൊന്നും എന്റെ ശുശ്രൂഷ മുന്നോട്ട് പോവുകയില്ല. മാർത്തോമാ സഭയിൽ അങ്ങനെയുള്ള അച്ഛന്മാരെ വിശേഷിപ്പിക്കുന്നത് ഇൻകപ്പാസിറ്റേറ്റഡ്. അവിടെ മാഗസിനിൽ ഇൻകപ്പാസിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ, അവരെ വിശേഷിപ്പിക്കുന്ന ഒരു ടേം ആണ് ഇൻകപ്പാസിറ്റേറ്റഡ്. അപ്പൊ ഞാൻ ഓർത്തു, എൻ്റെയും
അങ്ങനെ തന്നെയായിരിക്കും എന്റെയും വിധി. കാര്യം ഉറക്കമില്ലാതെ എത്ര നാളാണ് നമുക്ക് ശുശ്രൂഷിക്കുവാൻ സാധിക്കുന്നത്? ഒരു നല്ല ഉറക്കം വേണം ഒരു നല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി. യെസ്, ഒരു ദിവസത്തിന്റെ ഷെഡ്യൂള് അത് അനുഗ്രഹമാകണമെങ്കിൽ നമുക്കൊരു നല്ല ഉറക്കം ആവശ്യമാണ്. ഈ സമയങ്ങളിലാണ് ഇപ്പൊ നവംബർ മാസത്തിൽ ആരംഭിച്ചു, ഉറക്കമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. ഡിസംബർ മാസത്തിൽ ഒരു VBS വേണ്ടി മുന്നമേ ഡേറ്റ് കൊടുത്തതാണ്. അത് മസ്കറ്റിലാണ്. അപ്പൊ അവിടെ പോകണം. എനിക്കാണെങ്കിൽ ഒരു പാട്ട് പോലും പഠിക്കാനുള്ള മനസ്സില്ല. പിന്നെ എങ്ങനെയാണ് 200-ൽ പരം കുഞ്ഞുങ്ങളുള്ള മസ്കറ്റിൽ ചെന്ന് ഈ കുഞ്ഞുങ്ങളെ VBS ശുശ്രൂഷയിൽ അതിന് നേതൃത്വം വഹിക്കുന്നത്? ഞാൻ പറയട്ടെ, അവിടെ ശുശ്രൂഷയിൽ പോയി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിക്കും. ഐ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. എന്നാൽ തിരിച്ച് എന്റെ ഗസ്റ്റ് റൂമിൽ വരുമ്പോൾ എനിക്ക് ഉറക്കമില്ല. ഈ പ്രൊസീജിയറിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അതിന്റെ അവസാന ദിവസം ഒരു സമർപ്പണ ദിവസമാണ്, ഒരു VBS ഡെഡിക്കേഷൻ ഡേ ആണ്. 200-ൽ പരം കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവർക്കൊരു ഓൾട്ടർ കോൾ കൊടുക്കുകയാണ്. ഇപ്പൊ എന്റെ മനസ്സിൽ കിടക്കുന്നത്, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഒരു ഓൾട്ടർ കോൾ കൊടുത്താൽ അധികം കുഞ്ഞുങ്ങളൊന്നും ആരും പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒന്നും കടന്നു വരികയില്ല. 4 or 5 കുഞ്ഞുങ്ങൾ വല്ലതും എഴുന്നേൽക്കുമായിരിക്കും. ഇതൊക്കെയാണ് എന്റെ മനസ്സിലെ ചിന്ത. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ വലിയ ഒരുക്കമില്ല, ഞാൻ വളരെ ഭയത്തോടെ കടന്നുപോയ ഒരു സ്ഥലം ഈ ശുശ്രൂഷയിൽ. എന്നാൽ ആ ശുശ്രൂഷയിൽ ഏകദേശം 40 കുഞ്ഞുങ്ങൾ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്റെ മഹത്വം പറയാനല്ല, എന്നെ ദൈവം പഠിപ്പിച്ച വിധമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു, ഈ ശുശ്രൂഷ നടക്കുന്നത് നിന്റെ ബലത്തിലല്ല, ഇത് ദൈവത്തിന്റെ കൃപയിലാണ്. എന്നെ കേൾക്കുന്ന അരോമ TVയിലെ പ്രേക്ഷകർ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണമെങ്കിൽ നമ്മുടെ ഓരോ നെർവ്, കണ്ണിന്റെ ഒരു ചെറിയ നെർവാണ്. എനിക്കറിയാം പലർക്കും കണ്ണുനീരില്ല. ആ നെർവ് ബ്ലോക്ക് ആകുന്നതിലൂടെയാണ് ആ കണ്ണുനീരില്ലാത്തത്. അപ്പൊ ഇന്ന് നമ്മൾ നാം അനുഭവിക്കുന്ന എത്രയോ അനുഗ്രഹങ്ങൾ, എത്രയോ നന്മകൾ, എത്രയോ ശാരീരികമായ സൗഖ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഞാന് ഈ VBSന്റെ ഈ അനുഭവം കഴിയുമ്പോൾ ദൈവം എന്നെ പഠിപ്പിക്കുക, പടിപടിയായി പഠിപ്പിക്കുക. ഇങ്ങനെ ഒരു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവദാസന്മാരുമായി പരിചയപ്പെടുന്നത്. ഞാൻ വ്യക്തമായി പറയാം, പെന്തക്കോസ്റ്റിലെ ദൈവദാസന്മാരെ അടുപ്പിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ആരെങ്കിലും എന്റെ സഭയിൽ നിന്ന് പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോകുന്നവരാണെങ്കിൽ അവരെ വിലക്കിയ വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ ഒരു അനുഭവത്തിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടത് കൊണ്ട് ദൈവദാസന്മാരുമായി പരിചയമുണ്ടാകുന്നു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറയട്ടെ, അവർ പ്രാർത്ഥിക്കും. അവിടെ ഒരു പ്രാർത്ഥന സപ്പോർട്ട് എനിക്ക് ലഭ്യമായി. പരിശുദ്ധാത്മാവിൽ ദൂത് പറയാൻ തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, ഉറക്കമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ വളരെ എന്താ പറയാ, ഇനി അധികം നാള് ശുശ്രൂഷ കാണുകയില്ല എന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏകദേശം 2.5 മാസം കഴിയുമ്പോൾ, 2.5 months, ഞാൻ ഒന്നുകൂടെ പറയാം, 2.5 months ഉറക്കമില്ലാത്ത ദിനരാത്രി. വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എന്റെ ഷാർജയിൽ ഒരു മെമ്പറാണ് വിളിക്കുന്നത്.
അദ്ദേഹത്തിനോട് പറയാ, അച്ഛൻ എനിക്ക് വേണ്ടി അത്യാവശ്യമായി പ്രാർത്ഥിക്കണം. ഞാൻ ആഗ്രഹിച്ചിരിക്കുക ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? അദ്ദേഹം പറയാ, എനിക്ക് വേണ്ടി അത്യാവശ്യമായി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്താണ് വിഷയം? അദ്ദേഹം പറയാ, ഞാൻ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, കാരണം എന്താ? അദ്ദേഹം പറയാ, എനിക്ക് നാളുകളായി ഉറക്കമില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഉറക്കമില്ലാത്തവന്റെ വേദന ഉറക്കമില്ലാത്തവനെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും ഒരുപക്ഷെ ചിലർക്ക് അത് മനസ്സിലാകുകയില്ല. എന്നാൽ ഉറക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് മനസ്സിലാവും അതിന്റെ പ്രയാസം എന്താണ്. ഉറക്കമില്ലാതെ കഴിയുമ്പോൾ ആകപ്പാട് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ശാരീരികമായും മാനസികമായും ഒരു ഉന്മേഷമില്ലാത്തൊരു അനുഭവം. ഒരു ക്യാൻസർ രോഗിയെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്കൊരു ശുശ്രൂഷ ഉണ്ടല്ലോ, ആ ശുശ്രൂഷയിൽ വന്നു കഴിഞ്ഞിട്ട് ആ ശുശ്രൂഷ കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്റെ വാഹനത്തിൽ കയറി വരാൻ പറഞ്ഞു. വാഹനത്തിൽ വന്നു. അന്ന് അദ്ദേഹത്തിന്റെ ശിരസിന്മേൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ശിരസിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പോയി. ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, ആ വ്യക്തിയെ ദൈവം വിടുവിച്ചു. അന്ന് രാത്രി മുതൽ ദൈവം എനിക്ക് ഉറക്കം തിരികെ നൽകി. ആഫ്റ്റർ 2.5 months, 2.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കാര്യം വ്യക്തമായി, ശുശ്രൂഷയ്ക്ക് വേറെ ഒരു തലമുണ്ട് എന്ന് മനസ്സിലായി. 15 വർഷമായി ഞാൻ ഒരു വൈദികനാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുക. പ്രൈസ് ഗോഡ്. ആ സമയങ്ങളിൽ വ്യക്തമായി ഞാൻ പറയട്ടെ, എന്നെ വിടുവിച്ചത് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടൊന്നും അല്ല. ചില സാഹചര്യങ്ങളിൽ ക്രൈസിസിൽ ഒരു കുഞ്ഞിന് പോലും സഹായിക്കുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്നവർ ചില സമയം ഒരുപക്ഷെ നിങ്ങളെ പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒരു സാധ്യതയുമില്ല. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, there is hope. സാധ്യതയുണ്ട്. കാരണം എന്നെ വിടുവിച്ചത് യേശു ക്രിസ്തു തന്നെ. യെസ്, only Jesus is the answer. ഈ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഒരു അസാധാരണമായ ധൈര്യമാണ് പകർന്നത്. ധൈര്യം. അത് കഴിഞ്ഞിട്ട് മാനസികമായ പ്രശ്നമുള്ള വ്യക്തികൾ, അല്ല ഭയത്തിൽ കഴിയുന്നവർ, അങ്ങനെയുള്ള വ്യക്തികളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ കൗൺസിൽ ചെയ്യുവാൻ, അങ്ങനെ ദൈവം അവസരങ്ങൾ ഒരുക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, there is hope. പ്രത്യാശ കൈവിടരുത്. ആമേൻ. എഹെസ്കേൽ 37 പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, കർത്താവേ നീ സകലവും അറിയുന്നു. യു നോ ഇറ്റ്. അതെ, ദൈവം അറിയുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബുദ്ധി കൊണ്ട് അത് നടക്കത്തില്ല. എന്നാൽ പ്രവാചകൻ വിശ്വാസത്തോട് പറയുക, എന്റെ ദൈവം അതറിയുന്നു. ഞാൻ പറയട്ടെ, ദൈവം നമ്മെ അറിയുന്നു, നമ്മുടെ അവസ്ഥകളെ അറിയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെ അറിയുന്നു.
നമ്മുടെ ജീവിതത്തിന്റെ ഇല്ലായ്മകളെ അറിയുന്നു. യെസ്, ഇത്രയൊന്ന് പറയാമോ? എന്റെ ദൈവം എന്നെ അറിയുന്നു എന്നൊന്ന് പറയാം. ഈ ദൈവത്തെ ഒന്ന് അറിയുവാൻ ഞാൻ പറയട്ടെ, ഇത് എന്റെ ജീവിതത്തിന്റെ മിനിസ്ട്രിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഒരു അസാധാരണമായ ധൈര്യം. വിടിവിക്കുന്നവൻ ക്രിസ്തു മാത്രം. No one in the whole world can help you, but only Jesus will help you. ചില സാഹചര്യങ്ങൾ ആർക്കും എന്നെ സഹായിക്കാനോ വേറെ ഒരു വ്യക്തിക്കും സഹായിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഗുഡ് ന്യൂസ്, യേശു നിന്നെ സഹായിച്ചിരിക്കും. യെസ്, ആമേൻ. കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ചില നിലപാടുകൾ എടുക്കുവാൻ ഈ അനുഭവം എനിക്ക് ധൈര്യം പകരുകയുണ്ടായി. ഞാൻ പറയട്ടെ, ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 15 വർഷം ശുശ്രൂഷ ചെയ്തു. അത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന ദൈവഹിതം ആണ്. യെസ്, കുടുംബത്തിൽ ചില നിരന്തരമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രോഗം വരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാം ദൈവത്തിന്റെ ഹിതമല്ല. യെസ്, എല്ലാം ദൈവഹിതമാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഇതിനപ്പുറം ഒരു ആത്മീക ജീവിതമുണ്ട് എന്ന് ഈ അനുഭവം എന്നെ പഠിപ്പിക്കുകയുണ്ടായി. ഈ സമയങ്ങളിലാണ് ദൈവദാസന്മാരുമായി പരിചയമുണ്ടാകുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യം, അച്ഛൻ ഇവിടെ നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശുശ്രൂഷയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സ്റ്റേറ്റസ്, കുപ്പായം എന്നൊക്കെ പറയുമ്പോൾ, ഒരു അച്ഛനാകുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആദരവും ബഹുമാനവും സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഇതൊക്കെ വിട്ട് എങ്ങനെ ഇറങ്ങും? അപ്പൊ ആ ദൂത് മാത്രം ഒന്ന് മാറ്റിവെക്കും, ബാക്കി എല്ലാ അനുകൂല ദൂതുകളെല്ലാം ഞാൻ ഏറ്റെടുക്കും. അപ്പൊ അവിടുന്ന് 2017, 19, 2014, 17 വരെ ഞാൻ അവിടെയായിരുന്നു, ഗൾഫ്, ഷാർജ, ദുബായ്. അവിടുന്ന് തിരിച്ച് മടങ്ങി വരുന്നത് ഡൽഹിയിലേക്കാണ്. 2017-19 കരോൾ ബാഗിലെ വികാരിയായി. കരോൾ ബാഗിലെ ചർച്ച് ഒരു വ്യത്യസ്തമായ അനുഭവം. പല ക്രൈസിസുകൾ ഡീൽ ചെയ്യാൻ ഒക്കെ ദൈവം അവസരങ്ങൾ നൽകി. ആ സമയങ്ങളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൊസിഷൻസ് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡയസിസിന്റെ സെക്രട്ടറി ആകാനുള്ള അവസരം കിട്ടുന്നു. അങ്ങനെ ഡയസിസിന്റെ വ്യത്യസ്തമായ ചുമതലകളൊക്കെ നിർവഹിപ്പാനൊക്കെ ദൈവം അവസരങ്ങൾ നൽകും. എന്നാൽ 2019 ഒക്കെ ആയപ്പോൾ, ആ സമയത്താണ് ഈ പൊസിഷൻസും ഒക്കെ, 2019 ഒക്കെ ആയപ്പോഴത്തേക്ക് വളരെ വ്യക്തമായി ദൈവദാസന്മാർ എന്നോട് ദൂത് പറഞ്ഞു, ഇനി സമയമായി കഴിഞ്ഞു ഇറങ്ങാൻ. അപ്പൊ എന്റെ വൈഫും ഞാനും ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു. ആ ദൂതനെ നിഷേധിച്ചില്ല, എന്നാൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ദൈവം വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിച്ച, we will say yes. 21 ദിവസം
ഒരു ഭാഗികമായി ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ വ്യക്തിപരമായ ശബ്ദം കേൾക്കാൻ വേണ്ടി. ഇത് വേറെ ആർക്കും അറിയില്ല. ഓരോ ദിവസവും ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവം ഞങ്ങളോട് സംസാരിക്കണം. ഇഫ് യു വാണ്ട്, വി ആർ റെഡി. പക്ഷെ ദൈവശബ്ദം കേട്ടിട്ട് മാത്രമേ ഇറങ്ങാൻ ഒരു തീരുമാനം. ദൈവം പറഞ്ഞാലേ, അതിന്റെ അർത്ഥം ഞാൻ ദൂതനെ നിഷേധിച്ചതല്ല. ഒരു 20 ദിവസമായിട്ടും ദൈവം ഒന്നും ഇടപെടുന്നില്ല. 21ാമത്തെ ദിവസം ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇപ്പൊ രാവിലെ ആരാധനയുണ്ട്. ആരാധനയ്ക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നതിന് മുമ്പ് ഏകദേശം ഒരു 4-4:30 ഞാൻ എൻ്റെ കിടക്കയിൽ വളരെ നിരാശനായി കിടക്കുകയാണ്. ദൈവം ഒന്നും ഇടപെട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ കിടക്കയിൽ കാണുന്ന ദർശനമാണ്. അതിങ്ങനെയാണ് കാണുന്നത്. അത് ഇംഗ്ലീഷിലാണ് ഞാൻ കാണുന്നത്. റൈസ് അപ്പ് ഫ്രം ദ ഡെഡ് ആൻഡ് ഗോ ടു ഹെവൻ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുക. എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഞാനും ഇതിന്റെ റൈസ് അപ്പ് എന്ന വാക്ക് കാണുകയുണ്ടായി. അങ്ങനെയാണ് ഞങ്ങളെ രണ്ടുപേരെയും ദൈവം ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആ സമയത്ത് 2019 ആ സമയങ്ങളിലൊക്കെ, അതിനു മുമ്പൊക്കെ കരോൾ ബാഗ് ഒരു നല്ലൊരു ചർച്ചാണ്. ഡൽഹിയിലെ ഏറ്റവും ഒരു പുരാതനമായ ചർച്ച്. എൻ്റെ കൂടെ അസിസ്റ്റന്റ് വികാറുണ്ട്. എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്, പൊസിഷൻസ് ഉണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു വിഷൻ ഞാൻ കാണുന്നത്. ഞങ്ങൾ തീരുമാനമെടുത്തു അവിടെ നിന്ന് ഇറങ്ങാൻ. അവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയ ഒരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ച് 15 ദിവസത്തെ ആനുവൽ ലീവ് ലഭ്യമാണ്. പക്ഷെ അത് ബിഷപ്പ് അത് സാങ്ഷൻ ചെയ്യണം. അപ്പൊ ഞാൻ ലീവ് സാങ്ഷന് വേണ്ടി കൊടുത്തു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് സാങ്ഷൻ ലഭ്യമായി. 15 ദിവസം നാട്ടിലേക്ക് വരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളെ നാട്ടിലേക്ക് അയച്ചു. അവിടെയുള്ള ഞങ്ങളുടെ മെമ്പേഴ്സിനോട് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല, ഒരു വ്യക്തിയോടും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു ഡിസിഷൻ ഞങ്ങൾ ഒരു വ്യക്തിയോടും പറഞ്ഞില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ പേഴ്സണൽ ഡിസിഷൻ. ദൈവം ഇടപെട്ടതാണ്. അപ്പൊ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞ്, ഞാൻ നാട്ടിൽ വരുന്നത് വാഴമുട്ടത്താണ്, മല്ലശ്ശേരി എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നു ഒരാഴ്ച ഞങ്ങൾ വീണ്ടും ഫാസ്റ്റിംഗ് എടുക്കും. എന്നൊരു കാര്യം പറയട്ടെ, ഈ ഫാസ്റ്റിംഗ് ഒരു മേജർ ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. അതായത് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതുന്നതിന് മുമ്പ് 1 വീക്ക് ഫുൾ ഫാസ്റ്റിംഗ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് ഒരു അടയാളം കൂടെ തരണം. ഈ ഗിദെയോൻ അടയാളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഞാനും പറഞ്ഞു, ദൈവം എനിക്ക് ഒരു അടയാളം കൂടെ തരണം. വേറെ ആരോടും പറഞ്ഞില്ല. ആ സമയത്ത് എൻ്റെ ഇൻലോസ് കടന്നു പോകുന്ന അവര് ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലാണ്. ആ ഇൻഡിപെൻഡന്റ് ചർച്ചിലെ പാസ്റ്റർ, അദ്ദേഹം ഒരു കാഷ്വൽ വിസിറ്റിന് വേണ്ടി വന്നതാണ്. അച്ഛൻ തിരിച്ച് കരോൾ ബാഗിലേക്ക് പോവുകയാണല്ലോ. അപ്പം ആ ഒരു വിസിറ്റിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം വന്നു
അപ്പൊ വീട്ടിൽ വന്നു. അപ്പൊ വന്നപ്പോ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പൊ സംസാരത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഉപവാസത്തിലിരിക്കുകയാണ്, വിഷയം പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് ഒരു അടയാളം ചോദിച്ചു. ദൈവം എനിക്കൊരു അടയാളം കൂടെ വേണം. ദാറ്റ് ഇസ് എ കൺഫർമേഷൻ സൈൻ. കൺഫർമേഷൻ സൈൻ. പ്രൈസ് ഗോഡ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനിരുന്നു. സാധാരണ അദ്ദേഹം ഒരു ദൂത് പറയുന്ന ഒരു ദാസനായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് ദൂത് പറയുകയാണ്, ഞാൻ തന്നെ നിനക്ക് അടയാളമായി വന്നിരിക്കുകയാണ്. I have come as a sign to you. വിഷയം അറിയില്ല, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ഒന്നും അറിയില്ല. ഇങ്ങനെ ഞങ്ങൾ ഒരു ദർശനം കണ്ടിട്ടുണ്ടെന്നും ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നുണ്ടോ ഒന്നും അറിയില്ല. ദൈവത്തിന്റെ ആത്മാവിൽ ആ വ്യക്തി, ആ ദൈവദാസൻ എന്നോട് പറയുകയാണ്, ഞാൻ തന്നെ നിനക്ക് അടയാളമായി വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതെ, ആരെങ്കിലും ഹെസിറ്റേറ്റ് ചെയ്യുന്ന ഒരു അടയാളത്തിന് വേണ്ടി, ഒരു വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ലെറ്റ് മി ടെൽ യു, ദൈവം അടയാള സഹിതം തന്നെ ഹി വിൽ പ്രൂവ് ഇറ്റ്. വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗിദെയോൻ അടയാളങ്ങൾ ചോദിക്കുകയാണ്. ഓരോ അടയാളം ചോദിക്കുമ്പോൾ ദൈവം ക്ഷമിക്കണേ, ഞാൻ അടുത്ത ഒരു അടയാളം ചോദിക്കുകയാണ്. എല്ലാ അടയാളങ്ങൾ സഹിതം ഗിദെയോനെ ഉറപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ഉറപ്പിക്കാതിരിക്കുമോ? എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ, യെസ് ഐ വാണ്ട് ടു ടേക്ക് എ സ്റ്റെപ്പ്, ലെറ്റ് മി ടെൽ യു, വളരെ വ്യക്തമായി ഉറപ്പായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ദൈവം വിശ്വസ്തനാണ്. He will give you a sign. ദൈവം തരും, തീർച്ചയായും. ദൈവ അടയാള സഹിതം ദൈവം തരുന്നവൻ തന്നെയാണ്. ഞാൻ ഇത് കേൾക്കുമ്പോൾ that's the second confirmation sign that God gave to us. ഒന്ന്, ദർശനത്തിൽ ദൈവം സംസാരിച്ചു. രണ്ട്, ഒരു സൈനിലൂടെ, അത് ദൂതിലൂടെ ദൈവം സംസാരിക്കുകയാണ്. അതിന്റെ ദർശനത്തിൽ റൈസ് അപ്പ് ഫ്രം ദ ഡെഡ് ആൻഡ് ഗോ ടു ഹെവൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മരിച്ച അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കണം, എന്നിട്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യണം. ഒരു കാര്യം പറയട്ടെ, ട്രാക്ക്, യു ഹാവ് ടു ഗോ ഓൺ ദിസ് ട്രാക്ക്. ഈ ട്രാക്കിൽ ഓടിയാലേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം ദൈവാത്മാവ് എനിക്ക് നൽകുകയുണ്ടായി. ഞാന് വേറെ ആരോടും കൺസൾട്ട് ചെയ്തില്ല. എന്റെ വൈഫും ഞങ്ങളും ഒരുമിച്ച് തീരുമാനമെടുത്തു. ജൂൺ മാസം 3-ാം തീയതി 2019, ജൂൺ 3rd, 2019, ഇന്ന് 7th ഇയർ ആണ്, ഞങ്ങളുടെ 7ാമത്തെ വർഷമാണ്. റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ എന്റെ ഇമെയിലിലൂടെ സഭയുടെ മെയിൻ, അതിന്റെ മെട്രോപൊളിറ്റൻ ബിഷപ്പ്, ഡയസിസൻ ബിഷപ്പ്, അവരെല്ലാം ഞാൻ ലെറ്റർ അയക്കുകയുണ്ടായി. ഇത് അയക്കുന്നതിലൂടെ അടുത്ത ദിവസം ഡിജിറ്റൽ മീഡിയ അതിനെ ഏറ്റെടുക്കുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഉള്ളതും ഇല്ലാത്തതും ഉള്ള കാര്യങ്ങളെല്ലാം എന്നെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ഞാൻ അതിൽ നിന്നെല്ലാം മാറി നിൽക്കും. ഇന്ന് 7 years ആകാൻ പോവുകയാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, വിളിച്ചവൻ വിശ്വസ്തനാണ്.
അന്ത്യത്തോളം നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അന്ന് ആ വിളി കേട്ടു. ഞാൻ അതിന്റെ വലിയ ബുദ്ധിയിൽ അല്ല ഞാൻ അതിനെ ഇവാലുവേറ്റ് ചെയ്തത്. ദൈവാത്മാവ് ഇടപെട്ടത്, ഞാൻ പറയട്ടെ, പ്രേക്ഷകരോട് പറയാം, ഒരു ഭോഷനെ പോലെ, ആസ് എ ഫൂൾ, ദൈവത്തിന്റെ ആ ആത്മാവിന്റെ ശബ്ദത്തെ ഞാൻ ഏറ്റെടുത്തു. ലോകമെല്ലാം എന്നെ കുറിച്ച് പലതും പറഞ്ഞു. പിന്നെ എന്തൊരു മണ്ടനാണ്, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുവോ, ഇവന്റെ കുടുംബം എന്തായി തീരും, ഇവന്റെ കുഞ്ഞുങ്ങൾ എന്തായി തീരും. എല്ലാം പറയുകയുണ്ടായി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഒരു ഡിസിഷൻ എടുത്തപ്പോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, പലരും സ്നേഹിച്ചത് കുപ്പായത്തെയാണ്. അത് അവരുടെ തെറ്റല്ല, സ്വാഭാവികമാണ്. ഒരു സാമൂഹികമായ, ഡെഫിനറ്റ്ലി അത്രമാത്രം അച്ഛന്മാരെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ്? എന്റെ കൂട്ടുകാര്, എന്റെ കുടുംബക്കാര്, അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ആ സമയങ്ങളിലൊന്നും ഈ ഒരു ഡിസിഷൻ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് വലിയ പ്രയാസമായി, അവർക്ക് വലിയ ദുഃഖമുണ്ടായി. പക്ഷെ എനിക്ക് വ്യക്തമായി അറിയാം, എന്നെ വിളിച്ചത് ക്രിസ്തുവാണ്. And he is faithful. He is faithful to the end. When you stand for Jesus, യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, പ്രശ്നങ്ങൾ വരും. But he is with us. എന്റെ സ്നാന സമയം, വിശ്വാസ സ്നാനം ഏറ്റെടുക്കുന്നത് സമയം, ഞാന് ഈ സ്നാന സമയത്ത് പോകുമ്പോൾ, വിശ്വാസ സ്നാനം ഏൽക്കാൻ പോകുമ്പോൾ എന്റെ മനസ്സിലുള്ള ചിന്തയാണ്, ഞാൻ ഇത്രയും നാള് ശിശു സ്നാനത്തെ വളരെ ഡിഫെൻഡ് ചെയ്ത ഒരാളാണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇത് എടുക്കുന്നത്? ഇതിന്റെ ആവശ്യകത എന്താണ്? ഞാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയല്ലേ. എന്നാൽ വിശ്വാസ സ്നാനം സത്യം എന്ന വചനത്തിന്റെ തലത്തിൽ എനിക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇത് സത്യമാണത് വ്യക്തമായി മനസ്സിലായി. ഞാൻ ശിശു സ്നാനത്തെ അഡ്വക്കേറ്റ് ചെയ്ത വ്യക്തിയാണ്, ഡിഫെൻഡ് ചെയ്ത വ്യക്തിയാണ്. എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ പേര് എബി എച്ച് എന്നാണ്, ഞങ്ങൾ എബി എച്ച് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം മലങ്കര കാത്തലിക് ചർച്ചിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ വന്നതാണ്. സെമിനാരിൽ പഠിക്കുന്ന സമയം തന്നെ ദൈവം ഇടപെട്ട് അവിടുന്ന് ഇറങ്ങി അവിടെ യൂത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു ദൈവദാസനാണ്. എന്നാൽ അദ്ദേഹം ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ഒരു മഞ്ഞപ്പിത്ത രോഗം സംഭവിച്ചു. അദ്ദേഹം ഈ രോഗത്താൽ ഭാരപ്പെട്ടപ്പോൾ ഇത് ചികിത്സിക്കാൻ നോക്കി, മാറുന്നില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബ്രദറിലോ
ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു ബസ്സിലൂടെ യാത്ര ചെയ്തപ്പോൾ IPC ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് നടക്കുന്നതായിട്ട് അദ്ദേഹം മനസ്സിലായി. അപ്പം ബ്രദർ ഇൻ ലോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒന്ന് സംബന്ധിക്കാം. മനസ്സില്ലാതെ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, ഓക്കെ, നമുക്ക് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ സംബന്ധിക്കുക. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ മുമ്പ്, ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് വചനം വായിച്ചതിലൂടെ വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാസ സ്നാനമാണ് സത്യമെന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ അറിയാം. പക്ഷെങ്കിൽ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വെറുത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ ഇരിക്കുകയാണ്, ബ്രദർ ഇൻ ലോയും കൊണ്ട്. എന്നാൽ ഇദ്ദേഹം ദൈവദാസൻ ഇങ്ങനെ ദൂത് പറയുകയാണ്, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ദൈവാത്മാവ് ഇടപെട്ടിട്ടും അതിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വരാതെ ഇങ്ങനെ കഴിയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രദർ ഇൻ ലോ പറഞ്ഞു, നിന്നെ കുറിച്ചാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗമുണ്ട്, അതും കൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. അപ്പൊ ഇത് ദൈവദാസൻ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പറയും. അപ്പൊ അവര് തീരുമാനം എടുക്കുകയാ സ്നാനപ്പെടാൻ. ഒരു വ്യക്തിയോട് പറയാനൊക്കത്തില്ല, ആ കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ അടുത്ത ദിവസം അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞ പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ ചെളിവെള്ളത്തിൽ ഞാൻ ഒരിക്കലും സ്നാനപ്പെടത്തില്ലെന്ന്. എന്നാൽ അടുത്ത ദിവസം അദ്ദേഹം വരികയാണ്. വന്നു, വീട്ടുകാരൊന്നും അറിയാതെ വരുന്നു. അവരൊരുമിച്ച് വരുമ്പോൾ ചർച്ചിൽ അതിന്റെ സ്നാന ടാങ്കിൽ വെള്ളത്തിന്റെ എന്തോ പ്രയാസമുള്ളത് കൊണ്ട് അവിടെ അടുത്തുള്ള ഒരു കുളത്തിൽ ചെന്ന് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് ദൈവദാസൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ചെളിവെള്ളം തന്നെയാണ് കാണുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ വെള്ളത്തിൽ ദൈവദാസൻ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് എടുക്കുമ്പോൾ he's telling literally ദൈവം അദ്ദേഹത്തെ വന്ന് ആശ്ലേഷിക്കുന്നത് he could experience it. അതെ, that is a real experience. സ്നാനം, വിശ്വാസ സ്നാനം, അത് സത്യം തന്നെയാണ്. പിന്നീട് അദ്ദേഹം ഈ ഒരു അനുഭവം കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു രോഗമേ ഇല്ല. ഞാൻ എൻ്റെ ഇതിനെ തുടർന്ന് ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ 2019 തൊട്ട് കുറച്ചു കാലഘട്ടം ഞാൻ ഇൻഡിപെൻഡന്റ് ആയി ഞാൻ നിൽക്കുന്ന സമയങ്ങളായിരുന്നു. എന്ന് ഞാൻ പറയട്ടെ, ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം ദൈവം അത്ഭുതകരമായാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം നടത്തുന്നത്. മെനി സ്പിരിച്വൽ എക്സ്പീരിയൻസസ്. ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ, ഞാൻ ഒരു കോൺഫറൻസിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ വളരെ ശാരീരികമായ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ്. വളരെ ആഗ്രഹത്തോടെ ആ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയതാണ്. ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു അനോയിന്റിങ് സെഷനിലാണ് പങ്കെടുക്കാൻ പോയത്. എന്നാൽ എനിക്ക് അവിടെ ഇരിക്കാൻ പോലും ഒക്കാത്തൊരു പ്രയാസം. എന്നാൽ ഞാൻ ഒരു സെഷൻ പോലും വിടാതെ അവിടെ ഇരിക്കുമ്പോൾ ലിറ്ററലി ഞാൻ പറയാം, ആരാധന നടക്കുകയാണ്. ആരാധന നടക്കുമ്പോൾ ആരോ ഒരു വ്യക്തി എന്റെ പുറകിൽ വന്ന് തൊടുന്നത് ലിറ്ററലി ഞാൻ അനുഭവിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരാളും ഇല്ല. ഞാൻ വ്യക്തമായി പറയട്ടെ, യെസ്, ജീവിതത്തിന്റെ ഏറ്റവും ക്ലേശകരമായ അനുഭവം. അവർ ഗോഡ് ഈസ് an Emmanuel God. കരം തൊട്ട് നമ്മെ ബലപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. 2023 ഒരു ദൈവ നിയോഗത്തിലാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൽ ഞാൻ ചേരുന്നത്.
സഭയിലെ ഒരു ശുശ്രൂഷകനായി ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലൊക്കെ പോകുവാൻ, ദൈവരാജ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പല്ലശ്ശേരിയിൽ തന്നെ വാഴമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ചെറിയ ഹൗസ് ചർച്ച് ഉണ്ട്. മിസ്പ AG ചർച്ച് എന്നാണ് അതിന്റെ പേര്. ദൈവം അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ആത്മാവിലുള്ള സന്തോഷം, ദൈവത്തിലുള്ള സന്തോഷം ദൈവം ഒരു വലിയ കൃപയാണ് നൽകിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം ആണ് ഏറ്റവും ഇളയ മകൻ ജെയ്ഡൻ ജനിക്കുന്നത്. 2021 ആദ്യം മാത്തോമയിൽ ഞാൻ തണ്ണിത്തോടിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ വൈഫ് കണ്ട ഒരു ദർശനമാണ് 2 ആൺകുഞ്ഞുങ്ങൾ എന്ന് കണ്ടു. അപ്പൊ ആദ്യത്തെ മൂത്ത മകൻ ജോയൽ ജനിക്കുന്നതിന് ശേഷം അപ്പൊ ഈ ദർശനം കണ്ടത് കൊണ്ട് ഇനി അടുത്തത് ആൺകുഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ അടുത്ത മോളാണ്, ജോസ്ലിനാണ്. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു അത് കണ്ട ദർശനം തെറ്റായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ 2006 ഈ ദർശനം കാണുന്നത്. 15 വർഷം കഴിഞ്ഞപ്പോൾ 2021 വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇളയ മകൻ ജെയ്ഡനെ ദൈവം നൽകി. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. യെസ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ in his promises. ഇത്രയും നേരം എന്നെ കേട്ട അരോമ TVയിലെ പ്രേക്ഷകരോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. പാസ്റ്റർ ജോൺ ഡാനിയൽ, പ്രിയ ദേവദാസൻ, എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. പ്രിയ ദേവദാസനെയും കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. Only one life, it will soon be past. Only what's done for Christ will last. C.T. Studd എന്ന് പറയുന്ന ആ പ്രിയദാസൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഒരേ ഒരു ജീവിതമുണ്ട്, എന്നാൽ ആ ജീവിതം ധന്യമാകുന്നത് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. അതെ, ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാം. ഒരു തെലുങ്ക് പാട്ട് പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പാട്ടിന്റെ വരികൾ എങ്ങനെയാണ്? ഹല്ലേലൂയ പാട്ട, ഏസയ്യ പാട്ട, പാടാലി പ്രതി ചോട്ട, പാടാലി പ്രതി നോട്ട. ഏസയ്യ പാട്ട എന്ന് പറഞ്ഞാൽ യേശുവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ട്. പാടാലി പ്രതി ചോട്ട എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ട്. പാടാലി പ്രതി നോട്ട, അധരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ പാട്ട, യേസയ്യ പാട്ട, പാടാലി പ്രതി ചോട്ട, പാടാലി പ്രതി നോട്ട, പാടാലി പ്രതി നോട്ട. ഹല്ലേലൂയ Hallelujah, hallelujah, amen, hallelujah, 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 amen, hallelujah, 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 hallelujah paata, Yesaiya paata, pahadali प्रति चोटा, पाडाली
പ്രതിനോട്ട പാടാലി പ്രതിനോട്ട. ഒരു വാക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവമായ കർത്താവേ, അവിടുന്ന് നൽകിയ ഈ ദിവസത്തിനായി നന്ദിയോട് സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ വിലയിരുത്തുവാൻ പരിശുദ്ധാത്മാവ് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഈ സാക്ഷ്യത്തിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണം. അരോമ ടിവിയിലെ പ്രേക്ഷകരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇനി ആശയ്ക്ക് ഒരു വകയില്ല എന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് നമ്മെ ശക്തീകരിക്കും. അവൻ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനാണ് എന്ന് ഓരോ ദിവസവും ഞങ്ങളുടെ അനുഭവത്തിലൂടെ അത് സാക്ഷീകരിപ്പാൻ ദൈവം അവസരമൊരുക്കുന്നല്ലോ. നന്ദിയോട് സ്തോത്രം. പ്രിയ മക്കളെ, അവിടുന്ന് ദൈവം ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അരോമ ടിവിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണം. പ്രിയ ദൈവദാസന്റെ മിനിസ്ട്രി സ്വർഗം അവിടുന്ന് ബ്ലെസ് ചെയ്യണം. മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ച പ്രിയ ദൈവദാസനോടും അരോമ ടിവി പ്രേക്ഷകരോടുള്ള ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റോബി ജേക്കബ് അവറുകൾ ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനോടകം അരോമ ടിവിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിരവധി അച്ഛന്മാരായിരുന്ന പ്രിയപ്പെട്ടവർ അവര് അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കത്തോലിക്ക, യാക്കോബായ, മർത്തോമ, വിവിധ സഭകളിൽ സേവനമനുഷ്ഠിച്ച അച്ഛന്മാര് കർത്താവിന്റെ സ്നേഹം അറിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതായ മാനുഷിക സ്നേഹം, സംഘടനാ തലത്തിലുള്ളതായ സ്നേഹം ഒക്കെ അത് യേശുവിന്റെ സ്നേഹത്തെക്കാൾ വലുതല്ല എന്ന് അവര് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സ്നേഹത്താൽ അവര് ആകർഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനിടയായി തീർന്നപ്പോൾ അവരുടെ സാക്ഷ്യം ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇതിനു മുൻപ് കർത്താവ് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പ്രിയ കർത്താവിന്റെ ദാസൻ പ്രിയ റോബി ജേക്കബ് അവറുകളിലൂടെ കേട്ടതായ അനുഗ്രഹിക്കപ്പെട്ട അസാധാരണമായ ജീവിതാനുഭവങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തില് ഉൾപ്പെട്ടു നിന്നതായ അല്ലെങ്കിൽ ജനിച്ചു വളർന്ന വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ളതായ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വളരെ നല്ല നിലയില് നല്ല മാതൃകാപരമായ ഒരു സമൂഹത്തില് സേവനമനുഷ്ഠിക്കുന്നതായ, ഔദ്യോഗികമായി നോക്കിക്കഴിഞ്ഞാൽ നല്ല പദവി, നല്ല കരുതല്, നല്ല അംഗീകാരം, നല്ല സ്നേഹം, മാനുഷികമായി നോക്കിയാൽ ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരു കാലം. എന്നാൽ ജീവിതത്തിൽ നേരിട്ടതായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉറക്കമില്ലാതെ നാളുകൾ തള്ളി നീക്കിയ സമയം, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുതലും ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും ആശ്വാസമായി തീർന്ന ആ ദിവസങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അന്ന് അനുഭവിച്ചതായ ആ വലിയ വിടുതൽ, അതിനുശേഷം ജീവിതത്തിലെ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കൽപ്പനയും അതനുസരിക്കുവാനുള്ളതായ ഒരു നിർബന്ധം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ജീവിതത്തില് ഉണ്ടായിരുന്നതൊക്കെ അത് ചപ്പും ചവറുമെന്ന് എണ്ണി അതെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തം കർത്താവിന്റെ ആ വിളി വലുതെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുവാനിടയായി തീർന്നു. നല്ല സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവം നിർത്തിയിരിക്കുന്ന ആ ദൈവത്തിന്റെ കൃപ അത് എത്ര വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവദാസൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാൾക്ക് ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ
പറ്റുകയുള്ളൂ. സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാൾക്ക് സമാധാനം പങ്കുവയ്ക്കാൻ കഴിയത്തുള്ളൂ. അതില്ലാതെ പേരിന് മാത്രം നമ്മൾ പറയുന്നവരായിട്ടല്ല, അത് അനുഭവിക്കുന്നവരായി തീരുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ഉപകരിക്കുന്നു, തിരഞ്ഞെടുത്തു. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവദാസനെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ആക്കിയിരിക്കുന്നിടത്ത് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ, അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാൻ, അറിഞ്ഞ സത്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ നിലകൊള്ളുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അരോമ ടിവിയിൽ പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.